ഹായ് ഫ്രണ്ട്സ്, വേഗം വന്നോളി. അടിപൊളി ഒരു മന്തി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ്. രാവിലെയൊക്കെ കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചിക്കൻ എടുക്കുക. പിന്നെ അപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കരിവേപ്പില, ചപ്പ് പുതിന ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനത്തെ ഒരു മന്തി വെക്കുന്നത്. ഞാൻ ഈ ടൈപ്പില്ല വെക്കാറ്, വേറൊരു ടൈപ്പാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മന്തി റെസിപ്പി ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 3 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. പ്രത്യേകത വെച്ചാൽ ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇടുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ. പിന്നെ ഇതാ നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ജീരകം നല്ലോണം പൊടിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ലേശം ഒരു കളർ, ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളറും, അതുപോലെ തന്നെ ഒരു 5 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, മാഗി ക്യൂബ് ഇടാണ്ട് മന്തി ഇതുവരെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? അപ്പോൾ വെച്ച് നോക്കിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ മന്തി കഴിക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ. അതേ ചൊയും മണവും ഒക്കെ അത് തന്നെ കേട്ടോ ഉണ്ടാവാം. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ച പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കും കേട്ടോ. അത്ര തന്നെ വെക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കും. അപ്പം ഞാനിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാം കേട്ടോ. ഇതാ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മന്തിൻ്റെ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഓയിൽ ഒരു 5 സ്പൂൺ ഓയിലല്ല അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ റൈസ് ഉണ്ടാക്കുക. റൈസ് ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ റൈസ് ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടെടുക്കുക. അങ്ങനെ ഫുൾ റൈസ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടോ, ഇത് നമുക്ക് പിന്നെ മാറ്റിയെടുക്കാനേ പറ്റില്ല. കാരണം മന്തിൻ്റെ ആ ഒരു ചൊയ ഇതുമ്മലാണല്ലോ ഉണ്ടാവുക. കാരണം ആ സ്മോക്കി ഫ്ലേവർ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് മന്തിൻ്റെ ആകെ ഒരു ടേസ്റ്റ് ആ സ്മോക്കി ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കളർ ഇട്ടോ, റെഡ് കളർ ഒന്ന് തിരിറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മളെ ചാർക്കോൾ കത്തിച്ചിങ്ങണ്ട് അതിലേക്ക് ഓയിലിട്ട് പെട്ടെന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മൂടി വെച്ച് ദമ്മിട്ട് അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളാണ്. വീട്ടിലെല്ലാവരും ഒന്നും ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇനി പെട്ടെന്ന് ഇപ്പോൾ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മാഗി ക്യൂബ് ഇല്ലല്ലോ, അപ്പം ഇങ്ങനെ മന്തി ഉണ്ടാക്കുക അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കണ്ട. മാഗി ക്യൂബ് ഇല്ലെങ്കിൽ അടിപൊളി നമ്മൾ പിടിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമുക്കിനി വീണ്ടും കാണാം.